കോട്ടയത്ത് ഒരൊറ്റ മുസ്ലിം പിന്നെ എന്താണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരൊറ്റ മുസ്ലിം ജയിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് അതിനകത്തൊരു ഡിവൈഡ് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടുള്ള സൂക്ഷ്മത ലീഗ് പാലിക്കുന്നുണ്ട്. ഒരു കുഴപ്പക്കാരൻ എന്ന ആക്ഷേപമുള്ള ഞാൻ പോലും അതിനകത്ത് മിതത്വം പാലിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. പുതിയ കാലമാണ്. അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മന്ത്രിമാരുടെ പ്രാതിനിധ്യം അവർ പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലെ ജാതി തിരിച്ച് തന്നെ കിട്ടിയിട്ടുള്ള അർഹതകളെക്കുറിച്ച് അവർ പരിശോധിക്കാൻ തുടങ്ങി. ഏറ്റവും അവസാനം നമ്മളുടെ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതോടുകൂടെ, ചെറിയാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടെ ഇന്നലെ ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയകളിൽ വന്നിരിക്കുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വന്നു. അപ്പം ഒരുപക്ഷെ ചെറിയാൻ മാപ്പ് പറയുന്നത് പോലും ഈ കണക്കുകൾ പുറത്തു വരുന്നതിൽ അവർ അസ്വസ്ഥരാവുകയാണ്. നമുക്കൊരു വിഷമം ഉണ്ടാവണമെങ്കിൽ, ലീഗിന് അതിൻ്റെ അസ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ അനർഹമായ എന്തെങ്കിലും ഒന്ന് ഈ സമുദായത്തിന് വാങ്ങിക്കൊടുക്കാൻ ലീഗ് പ്രയത്നിക്കുകയോ മറ്റുള്ളവർ കണ്ടാൽ കുഴപ്പമാണ് എന്ന് തോന്നാവുന്ന ഒളിപ്പിച്ചു വെച്ച ഒരു നേട്ടം കൈവശം വെക്കുകയോ ചെയ്താലല്ലേ ലീഗിന് ഭയമുള്ളൂ. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിൽ പോലും മുസ്ലിം ലീഗ് വലിയ ബഹളങ്ങളും കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്നത് ഇവിടുത്തെ ഒരു സെക്കുലർ ഫാബ്രിക് ഉണ്ട്. അതിനെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന ഒന്നും അത് തകരുന്നതിനേക്കാൾ വലുതല്ല എന്ന് മുസ്ലിം ലീഗ് വിചാരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വൈക്ലഭ്യം ഇപ്പോൾ മുസ്ലിം ലീഗിനല്ല. ഇപ്പോൾ അവർ പെട്ടെന്ന് സജി ചെറിയാൻ ഈ വാക്കുകൾ വലിച്ചു പോകുന്നത് പോലും ഒരു അജണ്ടയാണ്. കാരണം ഈ ചർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. പേര് വെച്ചിട്ട് മലബാറിൽ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു തമാശ പറയാം. കോട്ടയത്ത് ഒരൊറ്റ മുസ്ലിം എന്താണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരൊറ്റ മുസ്ലിം ജയിച്ചിട്ടില്ല. ജയിക്കണം ഈരാട്ടുപേട്ടയിൽ നിന്ന് ജയിച്ചാൽ. പക്ഷെ അത് മുനിസിപ്പാലിറ്റിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മലയാളിക്കുണ്ടല്ലോ. കോട്ടയത്ത് റബ്ബറാണ്, ഇവിടത്തെ തെങ്ങാണ്. അപ്പോൾ റബ്ബർ ക്രിസ്ത്യാനിയും തെങ്ങ് മാപ്പിളയായി പോകുന്ന തരത്തിലേക്കുള്ള ചർച്ച വരെ വന്നേക്കുമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വൈക്ലഭ്യമൊന്നുമില്ല ഈ വിഷയത്തിൽ.